നമ്മളിത് മറക്കുമ്പോഴാണ് നമുക്ക് ഇതെല്ലാം പ്രശ്നങ്ങൾ പറ്റുന്നത്. നമ്മളിതെല്ലാം മറക്കുവാണ്, നമ്മുടെ ശക്തിയെ മറക്കുന്നു, നമ്മൾ തിരക്ക് കൂട്ടുന്നു, അണ്ട് നമ്മൾ ചിലത് ആസൂത്രണം ചെയ്യുന്നു, പലതും പ്ലാൻ ചെയ്യുന്നു, അത് നടക്കാതെ വരുമ്പോൾ നമ്മൾ വിഷമിക്കുന്നു. എന്തിന്? നിങ്ങളുടെ പവർ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ആ ലോകത്തിന്റെ ആ ഒരു ഒഴുക്കിന്, ആ ഈശ്വരന്റെ പരമാത്മാവിന്റെ നിങ്ങളിലുള്ള അനുഗ്രഹത്തെ നിങ്ങൾ ആ ഒഴുക്കിനൊക്കെ ഒപ്പം നിന്നു കൊടുക്കും. നിങ്ങളുടെ ഈഗോ എല്ലാം അലിഞ്ഞു പോകും. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഈ സമയം, അല്ലെങ്കിൽ ഈ ഭൂമി നമ്മളിലൂടെ കടന്നു പോകുന്ന ഈ സമയം, ഭൂമി നമ്മളിലൂടെ കടന്നു പോകുന്ന ഈ സമയം അഹങ്കരിക്കാനും അഹന്തയ്ക്കും അസൂയയ്ക്കും കുശുമ്പിനും പോലെയുള്ള ഈഗോകൾക്ക്, ഞാനെന്ന ഭാവത്തിന്, നഫ്സിന് ഇവിടെ ഒരു ഇതുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാവും. അവിടെ നിങ്ങൾ മരിക്കും. ആ മരിച്ചതിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് നിങ്ങളുടെ രണ്ടാം ജീവിതം. ആ ജീവിതം ഒരിക്കലും അവസാനിക്കൂല. ആ ജീവിതം ഒരിക്കലും നിങ്ങൾ അവസാനിക്കൂല. അതായത് യഥാർത്ഥ മരണം അല്ലാട്ടോ ഞാനീ പറഞ്ഞത്. നിങ്ങളുടെ ഈഗോ മരിക്കും. നിങ്ങളുടെ ഈഗോ മരിക്കും. നിങ്ങളുടെ ഈഗോ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഡിവൈനിറ്റിയുമായിട്ട് കണക്ട് ആവും. നിങ്ങളുടെ തൊട്ടടുത്തുള്ള, നിങ്ങളെ ചെറുപ്പം മുതൽ, നിങ്ങൾ ഉണ്ടായപ്പോൾ മുതൽ നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്ന, നിങ്ങൾ തള്ളി പറഞ്ഞാലും നിങ്ങൾ ചീത്ത വിളിച്ചാലും നിങ്ങൾ ഈ പറയുന്ന ഈ ദുർമന്ത്രണങ്ങൾക്ക്, നിങ്ങളുടെ പുറകെയുള്ള മന്ത്രണങ്ങൾക്ക് നിങ്ങൾ ചെവി കൊടുക്കുമ്പോഴും നിങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും വെള്ളവും ശ്വാസവും കോടാനുകോടി അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന ഡിവൈനിറ്റിയുമായിട്ട് നിങ്ങൾ കണക്ട് ആവും. അല്ലേ? ഇനി കണക്ട് ആവാതിരിക്കാൻ ഒരൊറ്റ കാരണം മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഒരിക്കലും ഏഷണി പറയരുത്, ഒരാളുടെയും കുറ്റം പറയരുത്.